ഇന്നത്തെ റെസിപ്പി വെറും 3 ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പം ഇതുപോലെ മെഷറിംഗ് കപ്പിൽ തന്നെ എടുക്കണം എന്നില്ല, നമുക്ക് ഗ്ലാസ്സിലായാലും മതിയാവും. അപ്പോൾ ഏത് പാത്രത്തിലാണ് വെള്ളം എടുക്കുന്നത് അതേ അളവിൽ തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരും, പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ട് വരും. അപ്പോൾ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി ഒന്ന് കുറുക്കി വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. സ്പാച്ചിൽ വെച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ് കേട്ടോ ഇതുപോലെ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മാവ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിൻ്റെ ഒരു വെള്ള കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് വരും. ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് കളറ് മാറ്റിയെടുക്കണം. നമുക്ക് ഏകദേശം തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ. ആ പച്ച മാവിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് വരണം എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് വറുത്തെടുത്തിട്ടുള്ള കടല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പഞ്ചസാരയും കടലയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഒന്നും കൂടെ പഞ്ചസാരയും കടലയും ഒന്നും കൂടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ്, അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ചെറിയൊരു ബോൾ എടുത്ത് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് കനം കുറഞ്ഞിട്ട് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ ഇതുപോലെ കടലയുടെ ആ ഒരു മിക്സിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കനം കുറച്ചിട്ട് മുറിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു കടലയുടെ മിക്സിലിട്ടിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ ചൂടോട് കൂടിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ പിടിക്കുകയും ചെയ്യും. ഇനി അഥവാ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു കടലയുടെ പൗഡറിൽ ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ നല്ല കനം കുറഞ്ഞിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുമ്പോഴാണ് ഒന്നും കൂടെ അതിൽ പിടിക്കുകയും ചെയ്യുക, ഒരു കടലിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് കടലയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു പൗഡർ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.